ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം ഇന്ത്യൻ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. ഇവിടെ മക്കളെ, നമ്മുടെ 9ാം ക്ലാസ്സിൽ മലയാളം ഫസ്റ്റിൽ പഠിക്കാനുള്ള ഒരു പാഠഭാഗമാണ് ചാർലി ചാപ്ലിൻ്റെ ആത്മകഥയിലെ അല്ലെങ്കിൽ ചാർലി ചാപ്ലിൻ്റെ ജീവിതാനുഭവത്തെ വ്യക്തമാക്കുന്ന ചിരിയുടെ അരങ്ങേറ്റം എന്ന് പറയുന്ന ഈ സുന്ദരമായ പാഠഭാഗം. ഈ ചിരിയുടെ അരങ്ങേറ്റം എന്ന് പറയുന്ന ഈ പാഠഭാഗം ചാർലി ചാപ്ലിൻ്റെ എൻ്റെ ആത്മകഥ എന്ന് പറയുന്ന ആ കൃതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാണ് സ്മിത മീനാക്ഷി. ചിരിയുടെ അരങ്ങേറ്റം എന്ന് പറയുന്ന പേരിൽ നമുക്ക് പഠിക്കാനുള്ള ഈ പാഠഭാഗം അല്ലേ. ഈ പാഠഭാഗം പഠിക്കുമ്പോൾ ലോകം കണ്ടതിൽ മികച്ച നടനായ, നമുക്കറിയാം, നിഴൽ നോക്കിയിട്ട് നമുക്കൊരു നടനെ തിരിച്ചറിയാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. നമ്മൾ മലയാളത്തിൽ ലാലേട്ടൻ്റെ നിഴൽ കണ്ടാൽ മനസ്സിലാക്കും ചെരിഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ലോകത്തിൽ നിഴൽ കണ്ടിട്ട് ഒരു നടനെ അടയാളപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തിയെ അടയാളപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഭാഗ്യമാണ്. അത്തരത്തിൽ നമ്മുടെ ചാർലി ചാപ്ലിൻ്റെ നിഴൽ കണ്ടാൽ തന്നെ മതി. എന്തിനാ നിഴലല്ലേ, പുള്ളിക്കാരൻ്റെ വടിയോ മീശയോ തൊപ്പിയോ കോട്ടോ തന്നെ കണ്ടാൽ മനസ്സിലാവും അദ്ദേഹം ആരാണ് എന്ന്. ലോകം ഉള്ളിടത്തോളം കാലം നമ്മൾ അറിയുന്ന ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ നടൻ അതാണ് ചാർലി ചാപ്ലിൻ അല്ലേ. വലിയൊരു നടനാണ്. തമാശയിലൂടെ ജീവിതത്തെ ആൾക്കാർക്ക് മുമ്പിൽ സിനിമയിലൂടെ പരിചയപ്പെടുത്തിയ അതുല്യനായ കലാകാരനാണ് ചാർലി ചാപ്ലിൻ അല്ലേ. ചാർലി ചാപ്ലിൻ പറഞ്ഞ വരികൾ ഓർമ്മയുണ്ടോ? എനിക്ക് മഴ നനയാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് മഴയത്ത് നിൽക്കാനാണ് ഇഷ്ടം. കാരണം മഴ നനയുമ്പോൾ ഞാൻ കരയുന്നത് ആരും കാണില്ല, എൻ്റെ കണ്ണുനീര് ആരും കാണില്ല എന്ന് ചാർലി ചാപ്ലിൻ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ചാർലി ചാപ്ലിൻ്റെ ജീവിതാനുഭവത്തെ അടയാളപ്പെടുത്തുന്ന തൻ്റെ ബാല്യകാലത്തിലെ അനുഭവങ്ങളെ, ചാർലി ചാപ്ലിൻ്റെ ജീവിതത്തിലെ ദുഃഖ സമയങ്ങളെ, അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളെ അടയാളപ്പെടുത്തുന്ന സുന്ദരമായ മനോഹരമായ പാഠഭാഗമാണ് ചിരിയുടെ അരങ്ങേറ്റം എന്ന് പറയുന്ന ഈ പാഠം. തല ഉയർത്തി നോക്കുന്നവർക്ക് മഴവില്ല് കാണാനാകൂ എന്ന തുടക്കത്തിലൂടെയാണ് ഈ ഒരു പാഠം ആരംഭിക്കുന്നത് അല്ലേ. തല ഉയർത്തി നോക്കുന്നവർക്ക് മഴവില്ല് കാണാനാകൂ, അതായത് തല നിവർന്ന് നിൽക്കണം. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വരും, പ്രയാസങ്ങൾ കടന്നു വരും. അതൊക്കെ കണ്ട് പേടിച്ച് ഭയപ്പെട്ട് പിറകോട്ടേക്ക് ഓടേണ്ടവരല്ല നമ്മൾ മുന്നോട്ടേക്ക് ഓടിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് മുന്നോട്ടേക്കുള്ള ഒരു യാത്രയാണ്. എവിടെയും പരാജയപ്പെടാതെ, എവിടെയും നമ്മൾ തട്ടി വീഴാതെ നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുക എന്ന് പറയുന്ന വലിയ ആശയം ഈ പാഠഭാഗത്തിലുണ്ട്. അപ്പം നമുക്ക് ഈ പാഠഭാഗം ഈ ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് സെറ്റാക്കാം. നോക്കാം. ഞാൻ ജനിച്ച് ഒരു വർഷത്തിന് ശേഷം എൻ്റെ മാതാപിതാക്കൾ തമ്മിൽ പിരിഞ്ഞു അല്ലേ. ചാർലി ചാപ്ലിൻ അനുഭവം പറയാണ്. ചാർലി ചാപ്ലിൻ ജനിച്ച് ഒരു വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വേർപിരിയുകയാണ്. എന്താ കാരണം? നമുക്കറിയാം, ഡിവോഴ്സാണ് അല്ലേ. ആ പാശ്ചാത്യ കാലത്ത്, അതായത് വിദേശ രാജ്യത്ത് ഈ ഡിവോഴ്സ്, അതായത് വേർപിരിയൽ, അതൊരു ചെറിയ സംഭവമൊന്നുമല്ല. ഒരുപാട് ആൾക്കാർക്കിടയിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അതേപോലെ തന്നെ ചാർലി ചാപ്ലിൻ്റെ ചെറുപ്പകാലത്ത് അമ്മയും തൻ്റെ അച്ഛനും വേർപിരിഞ്ഞു എന്ന് പറയുന്നു. മദ്യപാനത്തിന് പുറമെ മറ്റെന്ത് കാരണമാണ് ഇതിന് പിന്നിലുണ്ടായിരുന്നതെന്ന് എനിക്കറിയില്ല. മദ്യപാനം, നമുക്കറിയാം, മദ്യപാനം വലിയൊരു വിഷമാണ് മദ്യം. അപ്പം മദ്യപാനത്തിൻ്റെ പേരിൽ അമ്മ തൻ്റെ അച്ഛനെ വേർപിരിഞ്ഞു. നമുക്കറിയാം, പല കുടുംബങ്ങളും നശിപ്പിക്കുന്നത് മദ്യപാനമാണ്. മദ്യത്തിൻ്റെ പേരിൽ തകർന്നു പോയ ഒരുപാട് ദാമ്പത്യങ്ങളുണ്ട്, കുടുംബങ്ങളുണ്ട്, മക്കളുണ്ട്, അനാഥരായവരുണ്ട്. അത്തരത്തിൽ തൻ്റെ അച്ഛൻ്റെ നിരന്തരമായുള്ള മദ്യപാന ശീലം കാരണം തൻ്റെ അമ്മയും തൻ്റെ അച്ഛനും വേർപിരിഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ ശൈശവത്തിലെ, ബാല്യകാലത്തിലെ തൻ്റെ മാതാപിതാക്കൾ വേർപിരിഞ്ഞ ദുഃഖം പേറുന്ന, എന്നാൽ അതൊക്കെ നെഞ്ചിൽ വെച്ചുകൊണ്ട് നമ്മെ ചിരിപ്പിക്കുന്ന കഥാപാത്രമാണ് ഈ അതുല്യനായ മനുഷ്യനെന്ന് നിൻ്റെ മക്കൾ അറിയണം കേട്ടോ. ഇപ്പോൾ ചെറുപ്പത്തിലെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വേർപിരിഞ്ഞു എന്നാണ് പറയുന്നത്. പിന്നെയോ അമ്മ ജീവനാംശമൊന്നും ആവശ്യപ്പെട്ടില്ല. ജീവനാംശം എന്ന് പറഞ്ഞാൽ ജീവിക്കേണ്ട പൈസ, അതായത് വേർപിരിഞ്ഞ ഭർത്താവ് ഭാര്യയ്ക്ക് പൈസ കൊടുക്കണം മാസം. പക്ഷേ ചാർലി ചാപ്ലിൻ്റെ അമ്മ അതൊന്നും ആവശ്യപ്പെട്ടില്ല ഭർത്താവിനോട് എന്നാണ് പറയുന്നത്. ആഴ്ചയിൽ 25 പൗണ്ട് വരുമാനമുള്ള, സ്വന്തമായി നിലനിൽപ്പുള്ള ഒരു നടിയായ അമ്മയ്ക്ക് തൻ്റെയും മക്കളുടെയും ജീവിതത്തെ സ്വയം നയിക്കാനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ചാർലി ചാപ്ലിൻ്റെ അമ്മ? ആരാണ് മക്കളെ? നടിയാണ്, ഒരു നാടക നടിയാണ് ചാർലി ചാപ്ലിൻ്റെ അമ്മ. അപ്പോൾ മാസം 25 പൗണ്ട് ശമ്പളമുള്ള ചാർലി ചാപ്ലിൻ്റെ അമ്മയ്ക്ക് തൻ്റെ അച്ഛൻ്റെ ജീവനാംശം, മാസത്തിലുള്ള പണം വേണ്ട എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കലാകാരിയായ ഒരു അമ്മയുടെ മകനാണ് ചാർലി ചാപ്ലിൻ. അതുകൊണ്ടാണ് ചാർലി ചാപ്ലിന് കലാമൂല്യമുള്ളതും അദ്ദേഹത്തിൻ്റെ അഭിനയത്തിന് ആ ഒരു പാരമ്പര്യം നമുക്ക് കാണാൻ സാധിക്കുന്നതും. ദൗർഭാഗ്യം പിടികൂടിയപ്പോൾ മാത്രമാണ് അവർ സഹായധനം ആവശ്യപ്പെട്ടത്. ദൗർഭാഗ്യം അല്ലേ, ഭാഗ്യകരമല്ലാത്ത അവസ്ഥ. എന്താണ്? ചാർലി ചാപ്ലിൻ്റെ അമ്മയ്ക്ക് രോഗം ബാധിച്ചു. ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങിയ കാലത്താണ് ചാർലി ചാപ്ലിൻ്റെ അമ്മ
ചാർലി ചാപ്ലിൻ്റെ അച്ഛനോട് പൈസ വാങ്ങിയത്. അല്ലാത്ത പക്ഷം അഭിമാനത്തോടുകൂടി നട്ടല് നിവർന്ന് തൻ്റെ മക്കളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയ സ്ത്രീയാണ് ആര്? ചാർലി ചാപ്ലിൻ്റെ അമ്മ എന്ന് പറയുന്ന നടി അമ്മ. അല്ലായിരുന്നുവെങ്കിൽ അവരൊരിക്കലും നിയമപരമായ നടപടികൾക്ക് മുതിരുകയില്ലായിരുന്നു അല്ലേ? ആരോഗ്യം ക്ഷയിച്ചപ്പോഴാണ് ചാർലി ചാപ്ലിൻ്റെ അമ്മ തൻ്റെ അച്ഛനോട് പണം ആവശ്യപ്പെട്ടത്. അമ്മയ്ക്ക് ശബ്ദ തടസ്സം അനുഭവപ്പെട്ടു വന്നിരുന്നു. ശക്തിയുള്ളതായിരുന്നില്ല അമ്മയുടെ ശബ്ദം അല്ലെ? അമ്മയ്ക്ക് ശബ്ദ തടസ്സം അനുഭവിക്കേണ്ടി വന്നിരുന്നു. അതായത് അമ്മയുടെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ചാർലി ചാപ്ലിൻ്റെ അമ്മയുടെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ശക്തിയുള്ളതായിരുന്നില്ല അമ്മയുടെ ശബ്ദം അല്ലേ? അത്ര കണ്ട് ശക്തിയുള്ള ശബ്ദമായിരുന്നില്ല അമ്മയുടേത്. ചെറിയ തണുപ്പ് പോലും ആഴ്ചകളോളം നിലനിൽക്കുന്ന തൊണ്ടവേദനയ്ക്ക് കാരണമായിരുന്നു. അപ്പം ആഴ്ചകളോളം നിലനിൽക്കുന്ന തൊണ്ടവേദന അനുഭവിക്കുന്ന കഥാപാത്രമായിരുന്നു ചാർലി ചാപ്ലിൻ്റെ അമ്മ എന്ന് പറയുന്നത്. അത്രയേറെ ആരോഗ്യ പ്രശ്നങ്ങൾ സഹിച്ച ചാർലി ചാപ്ലിൻ്റെ അമ്മ ഈ കഥയിൽ അല്ലെങ്കിൽ ഈ അനുഭവത്തിൽ വലിയ വിഷയമായി മാറുന്നുണ്ട്. പക്ഷേ അസുഖമുള്ളപ്പോഴും ജോലി തുടരാൻ നിർബന്ധിതയായതിനാൽ തൊണ്ടയിലെ പ്രശ്നം ക്രമേണ ഗുരുതരമായി. അപ്പം അസുഖമുള്ളപ്പോഴും ചാർലി ചാപ്ലിൻ്റെ അമ്മ ജോലിക്ക് പോയി. കാരണം എന്താ മക്കളെ? ചാർലി ചാപ്ലിനെ വളർത്തണ്ടേ മക്കളെ? ഈ ഒരു കൃതി എന്ന് പറയുന്നത് ചിരിയുടെ അരങ്ങേറ്റം. എങ്ങനെയാണ് ചാർലി ചാപ്ലിൻ ഒരു നടനായി മാറിയതെന്നാണ് പറയുന്നത്. ആൾക്കാരെ ചിരിപ്പിക്കുന്ന ഒരു മുറിമീശക്കാരൻ പയ്യനായ ചാർലി ചാപ്ലിൻ, ഒരു ലോകം കണ്ട അതുല്യ നടനായ ചാർലി ചാപ്ലിൻ എങ്ങനെയാണ് ആൾക്കാരെ ചിരിപ്പിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. നമ്മളൊക്കെ കാണുന്ന ചാർലി ചാപ്ലിൻ അല്ലേ, നമ്മെ ചിരിപ്പിക്കുന്ന മൂക്കൊണ്ട് ഇങ്ങനെയൊക്കെ എക്സ്പ്രഷൻ കാണിക്കുന്ന ചാർലി ചാപ്ലിൻ നമ്മൾ വിചാരിക്കും വളരെ നല്ല ജീവിത സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. ഒരിക്കലുമല്ല. അദ്ദേഹം കഷ്ടപ്പാടുകൾ അനുഭവിച്ച്, പരാതികളും പരിഭവങ്ങളും അനുഭവിച്ച്, ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിച്ച് കടന്നു വന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ബാല്യകാലം തന്നെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞു. തൻ്റെ അമ്മ അസുഖബാധിതയായി. അപ്പം അദ്ദേഹം എങ്ങനെയാണ് ചിരിപ്പിക്കാൻ, അദ്ദേഹം എങ്ങനെയാണ് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ ഇടയായത് എന്ന സാഹചര്യം അദ്ദേഹത്തിൻ്റെ ബാല്യകാല അനുഭവം വ്യക്തമാക്കുന്ന എൻ്റെ ആത്മകഥ എന്ന ഭാഗത്തിലെ തുടക്കഭാഗമാണ് ചിരിയുടെ അരങ്ങേറ്റം. തൊണ്ടയിലെ പ്രശ്നം ക്രമേണ ഗുരുതരമായി. അമ്മക്ക് തൊണ്ടയുടെ പ്രശ്നം ഗുരുതരമായി മാറി. സ്വന്തം ശബ്ദത്തെ വിശ്വസിക്കാനാകില്ലെന്നായി. അമ്മയ്ക്ക് തൻ്റെ സ്വന്തം ശബ്ദം വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയെന്ന് പറയുന്നു. പാട്ടു പാടുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ശബ്ദം ഇടറുകയോ അതൊരു മന്ത്രണമായി പരിണമിക്കുകയോ ചെയ്യും അല്ലേ? പാട്ടു പാടുന്നിടയ്ക്ക് അമ്മയുടെ ശബ്ദം എന്ത് ചെയ്തു? ഇടറുകയാണ്. പാട്ടു പാടുന്ന അമ്മയുടെ ശബ്ദം ഇടറുന്നു. അത് മന്ത്രണമായി പരിണമിക്കുകയോ ചെയ്യും, ചെറിയൊരു ശബ്ദമായി മാറും. അത്രയും വലിയ വേദന സഹിച്ചുകൊണ്ട് ചാർലി ചാപ്ലിൻ്റെ അമ്മ എന്താണ് അഭിനയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അതോടെ കാഴ്ചക്കാർ ചിരിക്കുകയും കൂവാൻ തുടങ്ങുകയും ചെയ്തു അല്ലേ? അമ്മ അഭിനയിക്കുമ്പോൾ സൗണ്ട് വരുന്നില്ല അല്ലേ? അല്ലേ? കാറ്റ് മാത്രമേ വരുന്നുള്ളൂ. സാറിപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ ആൾക്കാർ കാണികൾ കൂകാൻ തുടങ്ങി. അവർക്ക് വല്ലതും അറിയണോ? നടിയുടെ രോഗം വല്ലതും അറിയണോ? ഒന്നും അറിയണ്ട. ആൾക്കാർ കൂകി ഇങ്ങനെ കൂക്കാൻ തുടങ്ങി. ചാർലി ചാപ്ലിൻ കാണുകയാണ് തൻ്റെ അമ്മ തൊണ്ടവേദനയുമായി ആ സ്റ്റേജിൽ കിടന്ന് പൊരിയുന്നത്. ആ ആൾക്കാർ അമ്മയെ കളിയാക്കുന്ന ആര് കാണുന്നു? ചാർലി ചാപ്ലിൻ കാണുന്നു. അതിനെക്കുറിച്ചുള്ള വിഷമം ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുകയും മാനസികമായ തകർച്ചയ്ക്ക് കാരണമാകുകയും ചെയ്തു. അമ്മയ്ക്ക് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, അഭിനയിക്കാൻ പറ്റുന്നില്ല, ശബ്ദമില്ല. അപ്പം അമ്മ മാനസികമായി തളരുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായി അമ്മയുടെ നാടക പ്രവർത്തനങ്ങൾ കുറയുകയും ഒടുവിലിത് പ്രായോഗികമായി നിലച്ചു പോകുകയും ചെയ്തു. അങ്ങനെ അമ്മയുടെ നാടക പ്രവർത്തനം കുറയാൻ തുടങ്ങി. അമ്മയ്ക്ക് കിട്ടുന്ന അവസരങ്ങൾ കുറയാൻ തുടങ്ങി. അമ്മ സ്റ്റേജിലെ പെർഫോമൻസ് ബാഡായി മാറാൻ തുടങ്ങി. ആൾക്കാർ അമ്മയെ കളിയാക്കാൻ തുടങ്ങി. ആ ഒരു അപകർഷതാബോധം ആ നടി എന്ന രീതിയിൽ ആ സ്ത്രീയെ വല്ലാതെ ബാധിച്ചു. 5-ാം വയസ്സിൽ ഞാൻ എൻ്റെ അരങ്ങിൽ ആദ്യ പ്രകടനം നടത്തിയത് അമ്മയുടെ ശബ്ദപ്രശ്നം കാരണമാണ് അല്ലേ? എത്രാം വയസ്സിലാണ്? 5-ാമത്തെ വയസ്സിലാണ് ചാർലി ചാപ്ലിൻ ആദ്യമായി ഒരു അരങ്ങിലേക്ക് നടൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ അരങ്ങിലേക്ക് ഒരു കലാകാരൻ എന്ന രീതിയിൽ കയറി വരുന്നത്. അമ്മയുടെ ആ ഒരു അസാന്നിധ്യത്തിലായിരുന്നു. വാടക വീട്ടിൽ തനിച്ചാക്കി പോകുവാൻ താല്പര്യമില്ലാത്തതിനാൽ അമ്മ എന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നത് പതിവായിരുന്നു. മകൾ തിയേറ്റർ സിനിമ കാണുന്ന തിയേറ്ററല്ല, നാടകം കളിക്കുന്ന ആ ഒരു വേദിയാണ് തിയേറ്റർ എന്ന് പറയുക. അപ്പോൾ വീട്ടിൽ ചാർലി ചാപ്ലിൻ തനിച്ചാക്കുന്നതിന് കാരണം അതുകൊണ്ട് അമ്മ എവിടെ പോകുമ്പോഴും ചാർലി ചാപ്ലിനെ കൊണ്ടുപോകും. അതേപോലെ ചാർലി ചാപ്ലിൻ്റെ അമ്മ ചാർലി ചാപ്ലിനെ വീട്ടിലിരുത്താൻ മടിയായതുകൊണ്ട് താൻ അഭിനയിക്കുന്ന തിയേറ്ററിലേക്ക്, ആ ഒരു സ്ഥലത്തേക്ക്, നാടക അഭിനയ സ്ഥലത്തേക്ക് ചാർലി ചാപ്ലിനെ കൊണ്ട് അമ്മ പോവുകയാണ്.
വാടക വീട്ടിൽ തനിച്ചാക്കി പോകുവാനുള്ള മടി കൊണ്ടാണ് ചാർലി ചാപ്ലിൻ്റെ അമ്മ ചാർലി ചാപ്ലിനും കൊണ്ട് മക്കളെ എങ്ങോട്ട് പോകുന്നതാ പുന്നാര മക്കളെ? എവിടേക്കാണ് ചാർലി ചാപ്ലിൻ്റെ അമ്മ ചാർലി ചാപ്ലിനെ കൊണ്ട് പോകുന്നത്? വാടക വീട്ടിൽ നിന്നും തിയേറ്ററിലേക്ക് കൊണ്ടുപോവുകയാണ് ചാർലി ചാപ്ലിൻ്റെ അമ്മ. അന്ന് അൾഡർ ഷോട്ടിലെ ക്യാൻറ്റീൻ തിയേറ്ററിലായിരുന്നു അമ്മ അഭിനയിച്ചിരുന്നത്. നിലവാരം കുറഞ്ഞതും മോശവുമായ ആ തിയേറ്ററിലെ കാണികളിൽ കൂടുതലും സൈനികരായിരുന്നു അല്ലേ? എവിടെ വെച്ചിട്ടായിരുന്നു ഒരു അഭിനയം നടന്നത്? അൾഡർ ഷോട്ടിലെ ക്യാൻറ്റീൻ എന്ന് പറയുന്ന തിയേറ്ററിൽ വെച്ചായിരുന്നു ചാർലി ചാപ്ലിൻ എന്ത് സംഭവിച്ചത്? ആദ്യമായിട്ട് അദ്ദേഹം അരങ്ങത്ത് കയറുന്നത്. ആ ഒരു നാടകം കണ്ടെത്തിയത് ആരായിരുന്നു മക്കളെ? സൈനികരായിരുന്നു, പട്ടാളക്കാരായിരുന്നു. വഴക്കാളികളായിരുന്ന അവർക്ക് പരിഹസിക്കുവാനും ആക്ഷേപിക്കുവാനും ചെറിയ കാരണങ്ങൾ മാത്രം മതിയായിരുന്നു. നടീനടന്മാർക്ക് അൾഡർ ഷോട്ട് പ്രദർശനവാരം ഒരു ഭീകര അനുഭവകാലമായിരുന്നു അല്ലേ? നടന്മാർക്ക് ആ ഒരു വേദിയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് ആയ ഒരു ഗൗരവകരമായ കാര്യമായിരുന്നു. കാരണം എന്താ? ആ കാണികൾ പട്ടാളക്കാരാണ്, ആ നാട്ടിലെ സൈനികരാണ് ആ നാടകം കണ്ടെത്തുക. ഇപ്പം ചെറിയൊരു മിസ്റ്റേക്ക് മതി, സൈനികർ കൂക്കും, കളിയാക്കും, വഴക്ക് പറയും. ഇപ്പം ഈ അസുഖം ബാധിച്ച തൊണ്ടയിൽ നിന്നും സൗണ്ട് വരാത്ത ഈ അമ്മ വേദിയിലേക്ക് കയറുമ്പോൾ ചാർലി ചാപ്ലിന് സങ്കടമാവുന്നുണ്ട്. എൻ്റെ അമ്മ പരിഹസിക്കപ്പെടുമെന്ന ഭയം. അമ്മയുടെ ശബ്ദമിടറുകയും അതൊരു പിറുപിറുപ്പായി മാറുകയും ചെയ്തപ്പോൾ വേദിയുടെ പാർശ്വഭാഗത്ത് നിൽക്കുകയായിരുന്നു ഞാൻ. അപ്പം അമ്മ വേദിയിലേക്ക് കയറി, ചാർലി ചാപ്ലിൻ്റെ അമ്മ വേദിയിലേക്ക് കയറുകയാണ്. അങ്ങനെ ചാർലി ചാപ്ലിൻ്റെ അമ്മ വേദിയിലേക്ക് കയറിയപ്പോൾ ശബ്ദമിടറുകയാണ്, സംസാരിക്കാൻ പറ്റുന്നില്ല, സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല. ചാർലി ചാപ്ലിൻ്റെ അമ്മ ആ വിഷമം അനുഭവിക്കുകയാണ്. ഈ ഒരു അമ്മ അനുഭവിക്കുന്ന പ്രയാസം ആര് കാണുന്നുണ്ട്? വേദിയിൽ ഇരുന്നുകൊണ്ട് ചാർലി ചാപ്ലിൻ കാണുന്നുണ്ട്. തൻ്റെ അമ്മ ആ വേദിയിൽ ഇരുന്നു കൊണ്ട് അനുഭവിക്കുന്ന പ്രയാസം ചാർലി ചാപ്ലിൻ നോക്കി നിൽക്കുകയാണ്. അതെല്ലാം കാണികൾ ചിരിക്കാനും കളിയാക്കി പാടാനും പൂച്ച കരയാനും ഒക്കെ തുടങ്ങിയ കാണികൾക്ക് ചിരിച്ചു, കളിയാക്കി മ്യാവൂ എന്നൊക്കെ ഒച്ചയാക്കി ആ ഒരു നടിയെ കളിയാക്കി, ചാർലി ചാപ്ലിൻ അമ്മയെ കളിയാക്കിയാണ്. കാരണം ചാർലി ചാപ്ലിൻ അമ്മക്ക് അഭിനയിക്കാൻ പറ്റുന്നില്ല, ആ പാട്ടങ്ങ് പാടാൻ പറ്റുന്നില്ല, പാട്ട് പാടി അഭിനയിക്കാണ് വേണ്ടത്, പറ്റുന്നില്ല, സൗണ്ടില്ല. അപ്പോൾ ആൾക്കാർ കളിയാക്കുന്നത് ചാർലി ചാപ്ലിൻ ഹൃദയവേദനയോടുകൂടി കാണാൻ തുടങ്ങി. അതെല്ലാം അവ്യക്തമായിരുന്നു അല്ലേ? വ്യക്തമായി കാണാൻ കഴിയുന്നില്ല, അത്രയും ആൾക്കാർ അവരെ കളിയാക്കുന്നുണ്ട്. എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ ശബ്ദങ്ങൾ കൂടി വരികയും അമ്മയ്ക്ക് വേദി വിട്ടു പോകേണ്ടി വരികയും ചെയ്തു. ആൾക്കാർ, അവിടെ കൂടിയ സൈനികർ, പട്ടാളങ്ങൾ ചാർലി ചാപ്ലിൻ്റെ അമ്മയെ കളിയാക്കാൻ തുടങ്ങി. ശബ്ദമില്ല എന്ന് പറഞ്ഞ് കൂകി വിളിക്കാൻ തുടങ്ങി, ആട്ടിപ്പായിക്കാൻ തുടങ്ങി, അട്ടഹസിക്കാൻ തുടങ്ങി, പരിഹസിക്കാൻ തുടങ്ങി. അങ്ങനെ ആ വിഷമം സഹിക്കവയ്യാതെ, ആ പരിഹാസങ്ങളും അവഗണനകളും സഹിക്കവയ്യാതെ ചാർലി ചാപ്ലിൻ്റെ അമ്മ ആ വേദിയിൽ നിന്ന് മെല്ലെ താഴേക്ക് ഇറങ്ങി വരികയാണ്. ഇതാര് കാണുന്നുണ്ട്? നമ്മുടെ കുഞ്ഞു ബാലനായ 5 വയസ്സുള്ള ചാർലി ചാപ്ലിൻ കാണുന്നുണ്ട്. പിന്നിലേക്ക് വരുമ്പോൾ അമ്മ വളരെയധികം പരിഭ്രമിച്ചിരുന്നു. നമുക്ക് പേടിയായിരുന്നു. അമ്മയുടെ സുഹൃത്തുക്കൾക്ക് മുമ്പിൽ ഞാൻ പാടുന്നത് കണ്ടിട്ടുള്ള മാനേജർ അമ്മയുടെ സ്ഥാനത്ത് എന്നെ പാടാൻ അനുവദിക്കുന്നതിനെ പറ്റി എന്തോ പറഞ്ഞപ്പോൾ അമ്മ തർക്കിക്കുകയും ചെയ്തു അല്ലേ? അപ്പോൾ ചാർലി ചാപ്ലിൻ പാടും നന്നായിട്ട്. അപ്പോൾ അത് ആർക്കറിയാം? ആ പരിപാടി നടത്തുന്ന മാനേജർക്കറിയാം. അപ്പോൾ മാനേജർ വന്നിട്ട് പറഞ്ഞു, ചാപ്ലിനെ നീ പാടടാ, നിൻ്റെ അമ്മ പാടുന്ന ആ പാട്ട്, നിൻ്റെ അമ്മ പാടി അഭിനയിക്കുന്ന ആ പാട്ട് നീ പാടിയാൽ റെഡിയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ചാർലി ചാപ്ലിൻ അമ്മ അത് എതിർത്തു. അയ്യോ, എൻ്റെ മകൻ പാടില്ല, അവൻ ആ കഴിവില്ല, അവനെ കൊണ്ടുപോയി പരിഹാസ കഥാപാത്രമാക്കല്ലേ എന്ന് ചാർലി ചാപ്ലിൻ അമ്മ പറഞ്ഞു മാനേജറോട്. പക്ഷേ മാനേജർ അതൊന്നും കേട്ടില്ല. മാനേജർ ചാർലി ചാപ്ലിനോട് പറഞ്ഞു, നീ പോയി പരിപാടി അവതരിപ്പിക്കാൻ. ആ ബഹളങ്ങൾക്കിടയ്ക്ക് അയാൾ എന്നെ വേദിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയതും ചില വിശദീകരണങ്ങൾക്ക് ശേഷം എന്നെ അവിടെ തനിച്ച് വിട്ടുപോകുന്നതും ഞാൻ ഓർക്കുന്നു അല്ലേ? അങ്ങനെ ചാർലി ചാപ്ലിൻ മാനേജർ കൈപിടിച്ച് ആ വേദിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ആ പാട്ടങ്ങ് അമ്മ പാടി പൂർത്തീകരിക്കാതെ പോയ ആ പാട്ടങ്ങ് പാടി അവതരിപ്പിക്കാൻ ചാർലി ചാപ്ലിനോട് ആ മാനേജർ പറഞ്ഞു. അരങ്ങുവിളക്കുകളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചത്തിനും കാണികളുടെ അവ്യക്തമായ മുഖങ്ങൾക്ക് മുമ്പിൽ എൻ്റെ താളം കണ്ടു കിട്ടുന്നതുവരെ വെറുതെ മൂളിക്കൊണ്ടിരുന്ന സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയോടെ ഞാൻ പാടാൻ തുടങ്ങി. അങ്ങനെ ആ കാണികൾക്ക് മുമ്പിൽ ചാർലി ചാപ്ലിൻ്റെ പാട്ടിന് സംഗീതം വഹിക്കുന്ന ആ സംഗീത ഉപകരണങ്ങൾക്ക് മുമ്പിൽ ചാർലി ചാപ്ലിൻ ആ പാട്ടങ്ങ് പാടി. ജാക്ക് ജോൺസ് എന്നു പേരായ പ്രശസ്തമായ ഒരു ഗാനമായിരുന്നു അത്. ഇതാണ് മക്കൾ ചിലപ്പോൾ 1 വേർഡ് ചോദ്യം വരാം. എന്തു പാട്ടാണ് ചാർലി ചാപ്ലിൻ പാടിയത്? ജാക്ക് ജോൺസ് എന്നൊരു പ്രസിദ്ധമായ പാട്ട് ചാർലി ചാപ്ലിൻ അങ്ങേ ആ സമയം അമ്മയുടെ അഭാവത്തിൽ നിന്നുകൊണ്ട് ആ വേദിയിൽ നിന്ന് പാടാൻ തുടങ്ങി. ഗാനം പാതിയായപ്പോൾ
ഗാനം പാതിയായപ്പോൾ സ്റ്റേജിലേക്ക് പണം വന്ന് വീണ് തുടങ്ങി അല്ലേ. കിടിലനായിട്ട് സൂപ്പറായിട്ട് ചാർലി ചാപ്ലിൻ ആ പാട്ടങ്ങ് പാടി. അപ്പോഴേക്കും ആൾക്കാർ വേദിയിലേക്ക് പൈസ എറിയാൻ തുടങ്ങി. അടിപൊളി പാട്ട്, ഉഷാറ് പാട്ട് അല്ലേ. നമ്മളെ മണിച്ചേട്ടൻ്റെ പാട്ടൊക്കെ ഓർമ്മയുണ്ടോ? മരുത്തൻ്റെ ഒപ്പം ഒളിച്ച് ചാടിയ തങ്കമ്മേ, നിന്റെ പരക്കം പാച്ചിനൊടുക്കം കിട്ടോടി തങ്കമ്മേ. ഈ മണിച്ചേട്ടൻ പാടുമ്പോൾ ആൾക്കാർ ഒരുപാട് പൈസ എറിയുന്ന പറയാം അല്ലേ. ഉടുമ്പ് വാസുവിൻ്റെ പാട്ട് കേട്ടടി തങ്കമ്മേ, നിന്റെ നടത്തം കണ്ട് ഞാൻ കിണങ്ങി പോയടി തങ്കമ്മേ. ഇതേപോലെ മണിച്ചേട്ടൻ പാടുന്ന പോലെയൊക്കെ ആര് പാടി സ്റ്റേജിൽ കിടന്ന് നമ്മുടെ ചാർലി ചാപ്ലിൻ പാട്ട് പാടാൻ തുടങ്ങി. ഏത് പാട്ടാണ് മക്കളെ? ജാക്ക് ജോൺസ് എന്നൊരു വിദേശ പാട്ടാണ് ചാർലി ചാപ്ലിൻ പാടിയത്. തൻ്റെ 5ാമത്തെ വയസ്സിൽ തൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതിൻ്റെ പേരിൽ ആൾക്കാർ അമ്മയെ കളിയാക്കി തുടങ്ങുമ്പോൾ മാനേജറുടെ നിർബന്ധപ്രകാരം അമ്മയ്ക്ക് പകരമായി വന്നവൻ വന്ന് പാട്ടുവാങ്ങി പാട്ടുപാടി അവിടെ വേദി തൂക്കിയടിച്ചു പോയി അല്ലേ. പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മക്കളുടെ മുമ്പിൽ വന്ന് നിൽക്കും അല്ലടാ. തന്താനെ താനേ 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 നാനേനേ അല്ലടാ. ഇവിടെ അമ്മ വിഷമിച്ച് കിടക്കുന്ന സമയത്ത് തൻ്റെ അമ്മയെ ആൾക്കാർ കളിയാക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേദിയിൽ പോയി പാട്ടുപാടി കസറി ലോകമറിയുന്ന നടനായി മാറിയ ചാർലി ചാപ്ലിൻ്റെ ചിരിയുടെ അരങ്ങേറ്റം. അദ്ദേഹം എന്നൊരു വ്യക്തി ലോകത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന ആ സമയമായിരുന്നു അത്. അമ്മയ്ക്ക് പകരം ആ വേദിയിൽ കയറി പാട്ടുപാടിയ കൊച്ചുമിടുക്കനായിരുന്നടാ നമ്മളെ ചാർലി ചാപ്ലിൻ. അതുകൊണ്ട് ഞാൻ ഗാനം നിർത്തി. അതെല്ലാം പെറുക്കിയെടുത്തതിന് ശേഷമേ പാടുകയുള്ളൂ എന്ന് വിളിച്ചു പറയുകയും ചെയ്തു. ചാർലി ചാപ്ലിൻ അതിമനോഹരമായിട്ട് പാട്ട് പാടാം. അപ്പോൾ ആൾക്കാരൊക്കെ കൂടി ആ പൈസ എറിയ വേദിയിലേക്ക്. അപ്പോൾ ചാർലി ചാപ്ലിൻ വേഗം പാട്ട് നിർത്തി ആ പൈസയൊക്കെ വാരി എടുക്കുകയാണ്. അപ്പോൾ ആൾക്കാർ ചിരിക്കുകയാണ്. ഈ പയ്യൻ എന്താ കാണിക്കുന്നത്? പാട്ടും പാടുന്നു, പൈസ എടുക്കുന്നു. ആൾക്കാർക്ക് ചിരി വരാൻ തുടങ്ങി. അങ്ങനെ ആദ്യമായി ലോകത്തെ മുഴുവൻ ചിരിപ്പിച്ച ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന അതുല്യ പ്രതിഭ ആ സമയത്ത് പാട്ട് പാടാൻ പോയിട്ട് ആൾക്കാരെ ചിരിപ്പിക്കുകയാണ്. അന്നു മുതലാണ് ചിരി എന്നൊരു വിദ്യ ചാർലി ചാപ്ലിൻ്റെ അനുഭവത്തിന്, ജീവിതത്തിന്, സിനിമയിൽ കടന്നു വരുന്നത്. പാട്ടുപാടാൻ പോയ 5 വയസ്സുള്ള പയ്യനതാ അവിടെ ആൾക്കാർ എറിയുന്ന പൈസ കെട്ടുകൾ പാട്ട് നിർത്തിപ്പോയി അവിടുന്ന് ഇവിടുന്ന് പെറുക്കിയെടുക്കുന്നു. ആ പിഞ്ചുബാലൻ്റെ കളി കണ്ട് ചിരിക്കുകയാണ് ആ വേദി മുഴുവൻ. അതേറെ ചിരി പടർത്തി. സ്റ്റേജ് മാനേജർ ഒരു തുവാലിയുമായി വന്ന് പണം പെറുക്കിയെടുക്കുവാൻ എന്നെ സഹായിച്ചു. അങ്ങനെ സ്റ്റേജ് മാനേജർ വേഗം വന്നിട്ട് തുവാലി എടുത്തിട്ട് ആ പണമൊക്കെ പെറുക്കിയെടുക്കാൻ നോക്കുകയാണ്. ചാർലി ചാപ്ലിന് കിട്ടിയ പണം അയാളതെല്ലാം സ്വന്തമാക്കുമെന്ന് ഞാൻ കരുതിയത്. ചാർലി ചാപ്ലിൻ പറയാണ്, എനിക്ക് വേദിയിൽ കിട്ടിയ പണം അയാൾ സ്വന്തമാക്കുമെന്ന് ചാർലി ചാപ്ലിൻ പേടിച്ചു. പക്ഷേ ചാർലി ചാപ്ലിൻ അതുകൊണ്ട് വേഗം പണം എടുക്കുകയാണ്. എൻ്റെ തോന്നൽ മനസ്സിലായ സദസ്സ് വീണ്ടും ആർത്തു തിരിച്ചു. ചാർലി ചാപ്ലിൻ്റെ ഈ പ്രവർത്തനം കണ്ട് വീണ്ടും ആ വേദി ചിരിക്കുകയാണ്. എന്താ ഈ ചെക്കൻ കളിക്കുന്നത് അല്ലേ. അപ്പോൾ വേദിയെ കുടുകുടാ ചിരിപ്പിച്ച ഒരു കലാകാരൻ ആ നിമിഷം അവിടെ ജനിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രത്യേകിച്ചും പണവുമായി പോകുന്ന അയാളെ ഞാൻ ആകാംക്ഷയോടെ പിന്തുടർന്ന സമയത്ത് ആ പണം അത്രയും അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു മാത്രമേ ഞാൻ വേദിയിലേക്ക് മടങ്ങുകയും പാട്ട് തുടരുകയും ചെയ്തുള്ളൂ. അങ്ങനെ ആ പാട്ട് പാടിക്കഴിഞ്ഞ് ആ പൈസയൊക്കെ വാരിക്കഴിഞ്ഞ് ആ വേദിയിൽ നിന്നിറങ്ങി തനിക്ക് ടിപ്പായിട്ട് കിട്ടിയ പണം മുഴുവൻ തൻ്റെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ചാർലി ചാപ്ലിൻ ആ വേദി വിട്ടിറങ്ങുന്നത്. തികച്ചും സ്വാഭാവികമായിട്ടായിരുന്നു ഞാനെന്ന് വേദിയിൽ നിന്നത്. സ്വാഭാവികമായിട്ടാണ് ചാർലി ചാപ്ലിൻ ആ വേദിയിൽ നിന്നത്. കാണികളോട് സംസാരിക്കുകയും നൃത്തം ചെയ്യുകയും അമ്മ ഐറിഷ് മാർച്ച് ഗാനം ആലപിക്കുന്നതുൾപ്പെടെ പല അനുകരണങ്ങളും അവതരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ നൃത്തം ചെയ്തു, പാട്ടുപാടി, അങ്ങനെ ആൾക്കാരെ മൊത്തം തമാശയിലാക്കി ചിരിപ്പിച്ചു. അങ്ങനെ അതുല്യ പ്രതിഭാധനനായ ഒരു കലാകാരൻ ആ സമയം ഇവിടെ ഉടലെടുക്കുകയാണ് സുഹൃത്തുക്കളെ ചെയ്യുന്നത്. അതിലെ കോറസ് ആവർത്തിക്കുന്നതിനിടയിൽ അമ്മയുടെ ശബ്ദമിടറുന്നത് എല്ലാ നിഷ്കളങ്കതയോടെയും ഞാൻ അനുകരിച്ചു അല്ലേ. അവിടെ അമ്മയെയും അനുകരിച്ചു, നമ്മുടെ ചാർലി ചാപ്ലിൻ അനുകരിക്കുകയാണ്. അത് കാണികളുണ്ടാക്കിയ ആകർഷണം എന്നെ വിസ്മയിപ്പിക്കുകയും ചെയ്തു. ഈ ചാർലി ചാപ്ലിനെ ആൾക്കാരെ ഏറ്റെടുക്കുകയാണ് അല്ലേ. 5 വയസ്സനായ പിഞ്ചു ബാലകനെ അമ്മയ്ക്ക് പകരം പാട്ടുപാടാൻ വേദിയിൽ കയറിയവൻ തൻ്റെ പെർഫോമൻസ് കൊണ്ട് ആൾക്കാരെ മുഴുവൻ ചിരിപ്പിക്കുകയാണ്. അങ്ങനെ ആ ബാലൻ ഇഷ്ടപ്പെട്ട കഥാപാത്രമായി ആസ്വാദകരുടെ ഉള്ളിൽ ഇങ്ങനെ കയറി തുടങ്ങിയ കാലഘട്ടമായിരുന്നു ഈ ചിരിയുടെ അരങ്ങേറ്റം എന്ന് പറയുന്ന ഈ പാഠഭാഗത്തിൻ്റെ ആശയം. ചിരിയും പ്രശംസാ വചനങ്ങളും പിന്നാലെ പണവും പ്രവഹിച്ചു. അങ്ങനെ ആൾക്കാർ ചിരിക്കാൻ തുടങ്ങി, പൈസ കൊടുക്കാൻ തുടങ്ങി. പിന്നീട് വേദിയിൽ നിന്ന് തന്നെ കൊണ്ടുപോകുന്നതിനായി അമ്മ വന്നപ്പോൾ ആ സാന്നിധ്യം വമ്പിച്ച കരഘോഷത്തിന് കാരണമായി അല്ലേ. മക്കളെ, അമ്മ വേദിയിലേക്ക് വരികയാണ് അല്ലേടാ. അമ്മേനെ കുറിച്ച് വരുമ്പോൾ ഭയങ്കര ഇമോഷണൽ ആവട്ടോ. ഓക്കെ ആവട്ടെ, അമ്മ വേദിയിലേക്ക് വരികയാണ്. ആ ആൾക്കാർ അവഗണിച്ച, ആൾക്കാർ മാറ്റി നിർത്തിയ ആ അമ്മയെ
അമ്മയ്ക്ക് പകരം സ്റ്റേജിൽ കയറിയിട്ട് ആ ഒരു രോമാഞ്ചം ആലോചിച്ച് നോക്കടാ. തൻ്റെ അമ്മയെ ആ കൂടെ നിന്ന ആൾക്കാർ മുഴുവനും കളിയാക്കി ആട്ടിപ്പായിച്ച ആ സ്റ്റേജിൽ നിന്ന് തൻ്റെ അമ്മ കരഞ്ഞിറങ്ങിപ്പോയപ്പോൾ തൻ്റെ അമ്മയ്ക്ക് പകരം സ്റ്റേജിൽ കയറിയിട്ട് ആ സ്റ്റേജിൽ തൻ്റെ പെർഫോമൻസ് കൊണ്ട് ആൾക്കാരുടെ കയ്യടി മുഴുവൻ വാങ്ങിയ ലോകമറിയുന്ന നടനായി മാറി. ആരുടാ? നമ്മുടെ ചാർലി ചാപ്ലിൻ. തൻ്റെ അമ്മയ്ക്ക് പകരം സ്റ്റേജിൽ കയറി തൻ്റെ പെർഫോമൻസ് കൊണ്ട് കയ്യടി വാങ്ങി അതേ ആൾക്കാരുടെ, തൻ്റെ അമ്മയെ കളിയാക്കിയ അതേ ആസ്വാദകരുടെ കയ്യിൽ നിന്നും പണം ഏറ്റുവാങ്ങി അവസാനം തൻ്റെ അമ്മയെ വേദിയിൽ കയറ്റി കയ്യടി വാങ്ങിപ്പിച്ച ആ ഒരു കൊച്ചു പ്രതിഭയുടെ അനുഭവമാണ് ചിരിയുടെ അരങ്ങേറ്റം എന്ന് പറയുന്ന ഈ പാഠഭാഗം. ആ സാന്നിധ്യം വമ്പിച്ച കരഘോഷത്തിന് കാരണമായി. അതായിരുന്നു എൻ്റെ അരങ്ങേറ്റം, അമ്മയുടെ അരങ്ങൊഴിയലും. അല്ലേ? എൻ്റെ അരങ്ങേറ്റം, ചാർലി ചാപ്ലിൻ്റെ അരങ്ങേറ്റം, ലോകമറിയുന്ന നടനായ ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു അരങ്ങേറ്റമായിരുന്നു ആ ദിവസം. ആ ദിവസമായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അരങ്ങൊഴിയലും. നടിയെന്ന രീതിയിൽ നിന്ന് അമ്മ അരങ്ങൊഴിഞ്ഞതും ആ സമയത്തായിരുന്നു. അത്തരത്തിൽ ലോകം ഇന്ന് വാഴ്ത്തുന്ന ഈ അതുല്യ നടൻ്റെ ജീവിതം എങ്ങനെയാണ് തുടങ്ങിയത്, അദ്ദേഹം എങ്ങനെയാണ് ഈ അരങ്ങിലേക്ക്, ഈ അഭിനയത്തിലേക്ക് വന്നത് എന്നൊക്കെ വ്യക്തമാക്കുന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലെ ചെറിയൊരു അനുഭവമാണ് നമ്മൾ പഠിച്ച സ്മിത മീനാക്ഷി വിവർത്തനം ചെയ്ത എൻ്റെ ആത്മകഥയിലെ ഭാഗമായ ചിരിയുടെ അരങ്ങേറ്റം. മക്കളെ, ചാപ്റ്റർ മനസ്സിലായില്ലേ? കൃത്യമായിട്ട് പഠിക്കാൻ പറ്റിയില്ലേ? സെറ്റ് ആയില്ല? ഭയങ്കര മോട്ടിവേഷണലായ ചാപ്റ്റർ കേട്ടോ. നമ്മളൊക്കെ വലിയ ആൾക്കാരായി മാറുന്നത് ചെറിയ ഏതെങ്കിലും സ്പാർക്കിലായിരിക്കും അല്ലെ? അവഗണനയോ പരിഹാസമോ പുച്ഛോ കളിയാക്കലോ എന്തെങ്കിലും ആയിരിക്കടാ. അപ്പം ഇന്നത്തെ അവസ്ഥ കണ്ട് നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടണ്ട അല്ലേ? ഇന്നത്തെ അവസ്ഥയല്ല നാളത്തെ അവസ്ഥ. എന്നും നിങ്ങൾക്ക് അറിഞ്ഞോട്ടെ, നിങ്ങളെ കളിയാക്കുന്ന ആളുണ്ടാവും, നിങ്ങളെ മാറ്റി നിർത്തും, നിങ്ങളെ ഒറ്റപ്പെടുത്തും. പക്ഷെ ഒരു നാൾ നിങ്ങൾ ഈ തീക്കടൽ താണ്ടി വരും, നിങ്ങൾ ഈ തീക്കടൽ നീന്തി വരും. നിങ്ങളെ കളിയാക്കിയവരെ കൊണ്ട് നിങ്ങൾ കൈയടിപ്പിക്കും. ഉദാഹരണം പറഞ്ഞിട്ടെ സാറ്, പോർച്ചുഗലിലെ ഒരു സ്കൂളിൽ വെച്ച് പഠിക്കാൻ മിടിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ ആട്ടിപ്പായിച്ച ഒരു പയ്യൻ ലോകമറിയുന്ന ഫുട്ബോളറായി മാറി. ഇനി കുറച്ച് ഗോളുകൾ കൂടി മാത്രം അടിച്ചാൽ മതി, ലോകത്തിൽ ആദ്യമായിട്ടൊരു കളിക്കാരൻ 1000 ഇൻ്റർനാഷണൽ ഗോൾ തികയ്ക്കുക. അദ്ദേഹത്തിൻ്റെ പേരാണ്, പോർച്ചുഗലിൽ സ്വന്തമായി ഇൻ്റർനാഷണൽ എയർപോർട്ടുള്ള വ്യക്തിയായി മാറിയ അദ്ദേഹത്തിൻ്റെ പേരാണ്. ഗോൾഡൻ ബൂട്ടും ഈ എല്ലാം പോകുന്ന ക്ലബിലൊക്കെ മിന്നിക്കുന്ന, ഏത് പൊസിഷനിലും ഗോൾ അടിക്കുന്ന, സ്ട്രൈക്കർ വേണോ, ലെഫ്റ്റ് വേണോ, റൈറ്റ് വേണോ, ഹെഡ് ഷോട്ട് വേണോ, ലോങ് ഷൂട്ട് വേണോ, കർവ് വേണോ, അല്ലെങ്കിൽ സ്ട്രേറ്റ് ഗോൾ വേണോ, അല്ലെങ്കിൽ എന്താണ് പറയുക പെനാൽറ്റി വേണോ, അല്ലെങ്കിൽ ലോങ് ഷൂട്ട് വേണോ, അല്ല എന്താ പറയുക ഫ്രീ കിക്ക് വേണോ, ഏത് ഫോർമാറ്റിൽ ഗോൾ അടിച്ച് കൂട്ടുന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഏറ്റവും വലിയ കളിക്കാരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. CR7 അതൊരു ഉദാഹരണമാണ്. അല്ലടാ, ജനിച്ചപ്പോൾ തന്നെ കാലിന് വൈകല്യമുണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ഒരു കാലിന് നീളം കുറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. എവിടാ? അർജന്റീനയിൽ. മുത്തശ്ശി ഇങ്ങനെ കൊണ്ട് നടന്നു ആ പയ്യന. മുത്തശ്ശി ഭയങ്കര മോട്ടിവേഷൻ കൊടുത്ത ആ പയ്യന്. അങ്ങനെ ആ പയ്യൻ ബാർസലോണ ക്ലബിലെത്തി. ഇടം കാല് കൊണ്ട് കർവിംഗ് ഷോട്ട് കളിച്ച് ഇടം കാല് കൊണ്ട് മാന്ത്രികത നിൽക്കുന്ന ലയണൽ മെസ്സി എന്ന് പറയുന്ന ലോകത്തെ നമ്പർ 1 ഫുട്ബോളർ വന്നു. ഇതൊക്കെ അനുഭവമല്ലടാ. വെറുതെ തൊക്കിലങ്ങാടി പോയിട്ട് കപ്പലണ്ടി വാങ്ങിയിട്ട് സിമ്പിളായിട്ട് ഗോളടിച്ച് വലിയ ആൾക്കാരായാണോ? ഒരിക്കലും അല്ല. ചാർലി ചാപ്ലിൻ നോക്ക്, തൻ്റെ അമ്മയുടെ രോഗത്തിന് പകരം കൊടുത്തത് ചാർലി ചാപ്ലിൻ്റെ ജീവിതമായിരുന്നു. ലോകമറിഞ്ഞ വ്യക്തികളൊക്കെ തീഷ്ണമായ അനുഭവങ്ങളുള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ 10ലേക്ക് പോകും, 10 കഴിഞ്ഞ് +1 +2 ഡിഗ്രി എല്ലാം കഴിഞ്ഞ് നിങ്ങളൊരു സ്ഥലത്തെത്തും, വലിയൊരു ആൾക്കാരായി മാറും. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ കഥയുണ്ടാകണം, ഇതൊക്കെ അനുഭവിച്ച ആളായിരുന്നു. ഓക്കെ, അപ്പം അത്തരത്തിൽ മോട്ടിവേഷനായ എങ്ങനെയാണ് ചാർലി ചാപ്ലിൻ നടനായി മാറിയതെന്ന് പറയുന്ന ഒരു അടിപൊളിയായിട്ടുള്ള, ഒരു ആസ്വാദ്യകരമായിട്ടുള്ള, നമുക്ക് പ്രചോദനാത്മകമായിട്ടുള്ള കഥയാണ് ചിരിയുടെ അരങ്ങേറ്റം. ഓക്കെ, ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ പ്രധാന ചോദ്യങ്ങളിലേക്കൊന്ന് പോകാം. എന്താണ് ആദ്യത്തെ ചോദ്യം? ചാപ്ലിൻ്റെ ബാല്യകാലത്തെ അരക്ഷിതാവസ്ഥയുടെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി ചർച്ച ചെയ്യുക. ബാല്യകാല അരക്ഷിതാവസ്ഥ, അദ്ദേഹത്തിൻ്റെ സാഹചര്യത്തിൻ്റെ കാലം അല്ലേ, അരക്ഷിതാവസ്ഥ, അത്രയും ദാരിദ്ര്യം, കഷ്ടപ്പാട് നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു, ഒരു ബാല്യമായിരുന്നു ചാർലി ചാപ്ലിൻ്റെ ചെറുപ്പകാലത്ത്. അതിൻ്റെ കാരണം എന്താണെന്ന ചോദ്യം നോക്കാം. മദ്യപാനിയായ പിതാവും കടുത്ത ദാരിദ്ര്യത്തിലും ശരീരത്തിൻ്റെ നിസ്സഹായതയിലും തൊഴിൽ ചെയ്യേണ്ടി വരികയും കുടുംബം പോറ്റുകയും ചെയ്ത അമ്മ മാത്രമായിരുന്നു ചാപ്ലിൻ്റെ ആശ്രയം അല്ലേ? അമ്മ മാത്രമായിരുന്നു ചാപ്ലിൻ്റെ ആശ്രയം എന്ന് പറയുന്നത്. കഷ്ടപ്പാടും ദുരിതവും കണ്ടു വളർന്ന ചാപ്ലിൻ്റെ ജീവിതത്തിൽ അരക്ഷിതാവസ്ഥ നിലനിന്നിരുന്നു അല്ലേ? കഷ്ടപ്പാടും ദുരിതവും മാത്രമായിരുന്നു ചാർലി ചാപ്ലിൻ്റെ ജീവിതത്തിൽ. ആ ദുരിതം നിറഞ്ഞ ജീവിതത്തിൽ നിന്നും
അദ്ദേഹം ഒരുപാട് നേടിയെടുത്തു ജീവിതത്തിൻ്റെ സുന്ദരമായ ഘട്ടങ്ങൾ. അപ്പോൾ കഷ്ടപ്പാടും ദുരിതവും പട്ടിണി നിറഞ്ഞ ജീവിതം, തൻ്റെ മാതാപിതാക്കൾ വേർപിരിഞ്ഞു, അത് കണ്ട ചാപ്ലിൻ്റെ ബാല്യകാലം, ഇത്തരത്തിൽ ഈ ദുരിതങ്ങൾ കണ്ടു വളർന്ന ചാർലി ചാപ്ലിൻ്റെ ജീവിതം അത്രയും അരക്ഷിതാവസ്ഥയിലായിരുന്നു എന്നാണ് പറയുന്നത്. ഒരിക്കലും ഹാപ്പി ആയിരുന്നില്ല ചാർലി ചാപ്ലിൻ ജീവിതം ബാല്യകാലത്തിൽ. എന്നാൽ കടുത്ത പ്രതിസന്ധിയിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കുകയായിരുന്നു ചാപ്ലിൻ. എന്നാൽ ജീവിതം വിട്ടുകൊടുക്കാതെ ജീവിതത്തെ ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയ കഥാപാത്രമാണ് നമ്മളെ ചാർലി ചാപ്ലിൻ എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തൊരു ചോദ്യം, 5-ാം വയസ്സിൽ ഞാൻ എൻ്റെ അരങ്ങിലെ ആദ്യ പ്രകടനം നടത്തിയത് അമ്മയുടെ ശബ്ദപ്രശ്നം കാരണമാണ്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് പ്രതിമ മാറ്റുരയ്ക്കപ്പെടുന്നത്. ചാപ്ലിൻ്റെ ആത്മകഥാഭാഗവും പ്രസ്താവനയും അടിസ്ഥാനമാക്കി പ്രതികരിക്കുക. അല്ലേ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് പ്രതിഭ മാറ്റുരയ്ക്കപ്പെടുന്നത്. അല്ലടാ, പ്രതിസന്ധികളാണ്, ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴാണ് നമ്മൾ നമ്മളെ തന്നെ മാറ്റുരയ്ക്കുക. സാറിന് നേരത്തെ ഒരാളെ പേര് പറഞ്ഞില്ലേ, കലാഭവൻ മണി. താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു മരം കയറുന്ന ചെത്തു തൊഴിലാളിയുടെ മകനായിരുന്നു കലാഭവൻ മണി. ചാലക്കുടി എന്ന് പറഞ്ഞ ചെറിയ സ്ഥലത്ത്. ആ സ്ഥലത്തൊന്നും ലോകമറിയുന്ന അഭിനേതാവായി അദ്ദേഹം മാറി. നാടൻ പാട്ടുകളുടെ സുൽത്താനായി അദ്ദേഹം മാറി. തമാശ വേണോ, സീരിയസ് വേണോ, വില്ലൻ വേണോ, നായകൻ വേണോ, ഏത് റോളാണും അദ്ദേഹം ചെയ്യും. അത്തരത്തിൽ അദ്ദേഹം മാറി. അനുഭവമാണ് മക്കളെ, ജീവിതാനുഭവം. അല്ലേ, തുടിപ്പന്ത് തട്ടിക്കളിച്ച ബ്രസീലിൽ ഒരു പയ്യൻ ലോകമറിയുന്ന ഫുട്ബോളിൻ്റെ ദൈവമായി മാറി. ദ ഗോഡ് ഓഫ് ഫുട്ബോൾ പെലെ. 10ാം ക്ലാസ് തോറ്റിട്ട് വിദ്യാഭ്യാസം അവിടെ പൂട്ടി വെച്ചിട്ട് ബാറ്റും എടുത്ത് കളിക്കാറിറങ്ങി. ക്രിക്കറ്റിൻ്റെ ദൈവമായി മാറി. ആരെ? സച്ചിൻ ടെണ്ടുൽക്കർ. പത്രം വിറ്റ് നടന്നൊരു പയ്യൻ, തമിഴ്നാട്ടിലെ പയ്യൻ, ഒരു മുസ്ലിം യുവാവ്, ലോകമറിയുന്ന ഇന്ത്യയിലെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. അല്ലേ, ആരായി മാറി? അബ്ദുൽ കലാം. ഇതൊക്കെ അനുഭവങ്ങളാണ്, ജീവിതങ്ങളാണ്. അല്ലേ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് പ്രതിഭ മാറ്റുരയ്ക്കപ്പെടുന്നത്. അതാണ് നമ്മൾ ചാർലി ചാപ്ലിൻ്റെ വാക്ക് എന്ന് പറയുന്നത്. ഇപ്പം ചാപ്ലിൻ്റെ ആത്മകഥാഭാഗവും പ്രസ്താവന അടിസ്ഥാനമാക്കി പ്രതികരിക്കാനാണ് ചോദ്യം. ഓക്കെ, പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. അല്ലേ, എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എഴുതാൻ പറ്റുക? ജീവിത പ്രതിസന്ധിയിൽ ഒറ്റപ്പെട്ടു പോകുന്നവർ ജീവിതത്തെ പേടിച്ചു പരാജയപ്പെടുകയല്ല വേണ്ടത്, നിരന്തരമായ പ്രയത്നങ്ങളിലൂടെ ജീവിതത്തെ തങ്ങൾക്ക് കീഴ്പ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. നിരന്തരമായ പ്രയത്നത്തിലൂടെ ജീവിതത്തെ കീഴ്പ്പെടുത്തുന്നവർ മാത്രമേ ജയിച്ചു കയറിയിട്ടുള്ളൂ. പ്രശ്നങ്ങളൊക്കെ വരും, നമ്മൾ അതിനെയൊക്കെ തോൽപ്പിച്ച് മുന്നേറണം മക്കളെ. ഈ കാലമല്ല, വരുന്നൊരു കാലത്തിലേക്ക് നമുക്ക് നമ്മളെ അടയാളപ്പെടുത്താൻ ഇന്നേ നമ്മൾ പരിശ്രമിക്കണം. ചാർലി ചാപ്ലിനെ പോലെ. ചാപ്ലിൻ്റെ ജീവിത ദുരിതങ്ങളിൽ ചാപ്ലിൻ തൻ്റെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ തന്നാലാകുന്ന വിധം തൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രയത്നിച്ച ചാപ്ലിൻ്റെ ജീവിതം എല്ലാവർക്കും ഒരു പാഠമാണ്. ചാപ്ലിൻ്റെ ജീവിതം എല്ലാവർക്കും ഒരു പാഠമാണ്. ചെറിയ കാലം മുതൽക്ക് തന്നെ പ്രയത്നിച്ചുകൊണ്ടാണ്, അധ്വാനിച്ചുകൊണ്ടാണ് അദ്ദേഹം വന്നത്. സാറ് നേരത്തെ CR7 കാര്യം പറഞ്ഞില്ലേ, ക്രിസ്ത്യാനോ റൊണാൾഡോനെ. അദ്ദേഹം ചെറുപ്പകാലത്തിൻ്റെ അച്ഛൻ്റെ ഒപ്പം ആ സ്ട്രീറ്റിലെ വേസ്റ്റൊക്കെ വാരാൻ നിൽക്കും. അച്ഛൻ്റെ അച്ഛൻ വർക്ക് ചെയ്തത് ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിലായിരുന്നു. അവിടുത്തെ കുപ്പിയൊക്കെ അദ്ദേഹം പെറുക്കും. ക്രിസ്ത്യാനോ റൊണാൾഡോ. അതൊക്കെ അദ്ദേഹത്തിൻ്റെ അധ്വാനങ്ങളാണ്. അദ്ദേഹത്തിന് കഥയുണ്ട്. അദ്ദേഹം പണ്ട് ഈ പൈസ ഉണ്ടാവില്ല, അപ്പോൾ ഫുഡ് ഉണ്ടാവില്ലല്ലോ, നിങ്ങൾ കേട്ട് കാണും, യൂട്യൂബിലൊക്കെ കഥയുണ്ട്. അപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോ പണ്ട് ഈ ഫുഡില്ലാണ്ട് വിഷം നിൽക്കുമ്പോൾ രണ്ട് സ്ത്രീകൾ എന്ത് ചെയ്യും, ചാർലി ചാപ്ലിന് ബർഗർ കൊടുക്കും. ഹേ എനി ബർഗർ ഇസ് ദെയർ എന്ന് ചോദിക്കും. എന്തെങ്കിലും ബർഗറോട് ബാക്കിയുണ്ടോ ചോദിക്കും നമ്മളെ ക്രിസ്ത്യാനോ റൊണാൾഡോ. അപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോ ചോദിച്ചപ്പോൾ ആ രണ്ട് സ്ത്രീകൾ എന്ത് ചെയ്യും, ആരും കാണാണ്ട 2 ബർഗർ റൊണാൾഡോ കൊടുക്കും. റൊണാൾഡോ അന്ന് തിന്ന ബർഗറിലായിരുന്നു റൊണാൾഡോയുടെ ജീവിതം മുന്നോട്ട് പോയത്. ഇന്ന് പണക്കാരനായി മാറിയിട്ട് റൊണാൾഡോ തന്നെ സഹായിച്ച സ്ത്രീകൾക്ക് എന്ത് കൊടുത്തു മക്കളെ? സ്ട്രീറ്റിൽ, ആ പോർച്ചുഗൽ ടൗണിൽ എന്ത് കൊടുത്തു? ഒരു ബർഗർ ഷോപ്പ് ഇട്ട് കൊടുത്തു. അതാണ് ചെറുപ്പത്തിൽ നമ്മൾ സഹായിച്ചവരെ നമ്മൾ മറക്കാനേ പാടില്ല. അപ്പം പ്രതിഭ മാറ്റുരയ്ക്കപ്പെടുന്നത് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ്, പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പ്രതിഭകളായി മാറുക. അതാണ് ചാർലി ചാപ്ലിൻ്റെ ജീവിതം നമ്മോട് പറയുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. ജീവിതത്തെ സ്നേഹിച്ചും പരിഗണിച്ചും ആഘോഷിച്ചും മുന്നോട്ട് പോകുക. പ്രതിസന്ധികളിൽ തരണം ചെയ്യുമ്പോൾ ആണ് പ്രതിഭ മാറ്റുരയ്ക്കപ്പെടുന്നത് എന്ന് ചാപ്ലിൻ്റെ ജീവിത പാഠങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. അപ്പോൾ പ്രതിസന്ധികൾ അതാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മളെ തളർത്തരുത്, മറിച്ച് നമ്മളെ വളർത്തുന്നതാകണം ഓരോ പ്രതിസന്ധിയും എന്ന് പറയുന്നു. അടുത്തൊരു ചോദ്യം, എൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുമുണ്ട് എന്ന കാര്യം എൻ്റെ ചുണ്ടുകൾക്ക് അറിയില്ല. അവ എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കും.
ഒരു തമാശ കേട്ട നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് ഒരേ സങ്കടമോർത്ത് വീണ്ടും വീണ്ടും കരയുന്നത്? ജീവിതം ആരുടെയും മുന്നിൽ തോറ്റു കൊടുക്കാവുന്നതല്ല. ചാർലി ചാപ്ലിൻ്റെ വരികളാണ്. ജീവിതം ആരുടെ മുമ്പിലും തോറ്റു കൊടുക്കാൻ പാടില്ല മക്കളെ. ജീവിതയാത്രയിൽ പലതരത്തിലുള്ള സങ്കടങ്ങളും വേദനകളും അനുഭവിക്കേണ്ടി വരാറുണ്ടല്ലോ. ഉണ്ട്, അനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരും. വേദനകൾ, പരിഹാസങ്ങൾ, അവഗണനകൾ, ദാരിദ്ര്യം, കഷ്ടപ്പാട്, വിശപ്പ്, ഇതൊക്കെ നമ്മൾ അനുഭവിക്കും. പക്ഷേ ഒരു നാൾ നമ്മൾ അതൊക്കെ മാറ്റിമറിക്കുന്ന ആ ചരിത്രം വരും, ആ നാൾ വരും. അന്ന് നമുക്കോർത്ത് അഭിമാനിക്കാവുന്ന അനുഭവങ്ങൾ മാത്രമായിരിക്കും അധികം എൻ്റെ മക്കൾ ഓർക്കണം. അത്തരം അനുഭവങ്ങൾ മറികടക്കാനുള്ള കരുത്തേകാൻ ചാർലി ചാപ്ലിൻ്റെ ജീവിതവും വാക്കുകളും പ്രചോദനമാകുന്നുണ്ടോ? അല്ലേ? നമ്മുടെ കഷ്ടപ്പാടിൽ നിറഞ്ഞ കാലം മറിഞ്ഞ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ചാർലി ചാപ്ലിൻ്റെ ജീവിതവും അനുഭവവും പ്രചോദനമാകുന്നുണ്ടോ എന്നാണ് ചോദ്യം. നിരീക്ഷണാടിസ്ഥാനത്തിൽ കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ എന്താണ് കുറിപ്പ് മക്കളെ? നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുക. നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. നോക്കാം നമുക്ക്. ജീവിതം എന്നത് ഒരു നാടകം പോലെയാണ്. പല സന്ദർഭങ്ങളിലും പല വേഷങ്ങളിലും നാം അഭിനയിക്കേണ്ടി വരാറുണ്ട്. ജീവിതം നൽകുന്ന രംഗങ്ങളിൽ എല്ലാം തൊട്ടുകൊടുക്കാതെ ആത്മാർത്ഥമായി അഭിനയിക്കുക എന്നതാണ് വിജയം, അല്ലേ? ആത്മാർത്ഥമായി അഭിനയിക്കുക, അതാണ് നമ്മുടെ വിജയം. ജീവിതത്തിൽ തോറ്റുകൊടുക്കാതിരിക്കുന്നിടത്തോളം കാലം ജീവിതം കീഴ്പ്പെടുകയാണ് ചെയ്യുക. ജീവിതത്തെ തോറ്റുകൊടുക്കരുത്, ജീവിതത്തെ കീഴ്പ്പെടുത്തരുത് എന്നാണ് പറയുന്നത്. ജീവിതത്തെ മനോഹരമായി എങ്ങനെ കീഴ്പ്പെടുത്താൻ കഴിയും എന്ന ജീവിത പാഠങ്ങളാണ് ചാപ്ലിൻ പകർന്നു നൽകുന്നത്, അല്ലേ? ജീവിതത്തെ എങ്ങനെയാണ് നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയുക, അല്ലെങ്കിൽ പ്രശ്നങ്ങളെ എങ്ങനെയാണ് നമുക്ക് തോൽപ്പിക്കാൻ കഴിയുക എന്ന വലിയ പാഠമാണ് ചാർലി ചാപ്ലിൻ നമുക്ക് പകർന്നു തരുന്നത്. എങ്ങനെ അവസരമാക്കാമെന്നാണ് ചാർലി ചാപ്ലിൻ അനുഭവത്തിലൂടെ നമ്മോട് പങ്കുവയ്ക്കുന്നത്. അടുത്തൊരു ചോദ്യം. തല ഉയർത്തി നോക്കുന്നവർക്കേ മഴവില്ല് കാണാനാകൂ. വാക്കുകളുടെ അർത്ഥം വിശദമാക്കുക, അല്ലേ? വിശദീകരിക്കുക എന്നാണ് ചോദ്യം. വിശദീകരിക്കുന്ന കുറിപ്പ് ചോദ്യം വരും. അപ്പോൾ എന്താണ്? തല ഉയർത്തി നോക്കുന്നവർക്ക് മഴവില്ല് കാണാൻ കഴിയും. ഇതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ തല ഉയർത്തി നോക്കണം. അതാ ദൂരെ നമ്മുടെ ലക്ഷ്യമുണ്ട്. അടുക്കേണ്ട കാലം വിദൂരത്താണ്. പക്ഷേ നമ്മൾ പേടിച്ച് പിറകോട്ടേക്ക് പോകരുത്. നമ്മൾ മുന്നോട്ട് തന്നെ പോകണം. നമ്മുടെ ലക്ഷ്യം മുകളിലാണ്. നോക്കൂ, മഴവില്ല് പോലെ നമ്മുടെ വിജയം കാണുന്നില്ലേ? ഇപ്പോൾ തലയുയർത്തി നോക്കുന്നവർക്ക് മഴവില്ല് കാണാനാകും എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദ്യം. തങ്ങളുടെ ജീവിത പ്രാരാബ്ധങ്ങളിൽ തളർന്നു പോവുകയും സ്വയം ഒരു ഭാരമായി മാറി പിന്നിലേക്ക് പോകുകയല്ല ചെയ്യേണ്ടത്. ജീവിത പ്രാരാബ്ധങ്ങളെ ഏറ്റെടുക്കുകയും സമചിത്തതയോടെ മുന്നോട്ട് പോകുകയുമാണ് ചെയ്യേണ്ടത് എന്ന് ചാപ്ലിൻ തൻ്റെ ജീവിതത്തിലൂടെ പങ്കുവയ്ക്കുന്നു, അല്ലേ? ജീവിത പ്രാരാബ്ധങ്ങളിൽ തളർന്നു വീഴാതെ മുന്നോട്ടേക്ക് പോകണമെന്ന് ചാപ്ലിൻ ഇവിടെ പറയുകയാണ്. ജീവിതം കുഴിക്കുന്ന കുഴിയിലേക്ക് വീഴാൻ തയ്യാറായാൽ താങ്കൾക്ക് അർഹമായ ഉയരങ്ങൾ താണ്ടാൻ സാധ്യമാകില്ല എന്ന് ചാപ്ലിൻ പഠിപ്പിക്കുന്നു, അല്ലേ? പ്രശ്നങ്ങളിൽ വീണു പോയാൽ നമുക്ക് ഉയരങ്ങൾ താണ്ടിയെടുക്കാൻ പറ്റില്ലെന്ന് ചാപ്ലിൻ പറയാണ്. ഒരു പ്രശ്നത്തിൽ വീണു പോകരുത്, നമ്മൾ മുന്നോട്ടേക്ക് സഞ്ചരിക്കണമെന്ന് ചാപ്ലിൻ നമുക്ക് മറുപടി തരികയാണ്. പ്രതിസന്ധികൾ ജീവിതം പഠിക്കുന്നതിനും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനുമായി മാറ്റിയെടുക്കുക. പ്രതിസന്ധികൾ വരും, പരാജയങ്ങൾ വരും, കഷ്ടപ്പാടുകൾ വരൂടാ, പോടാ എന്ന് പറഞ്ഞുകൊണ്ട്, പ്രശ്നങ്ങളോട് പോടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് വേണം? മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ നമ്മുടെ ലാലേട്ടൻ ലൂസിഫർ സിനിമയിൽ പറയുന്ന പോലെ വാടാ മീശിങ്ങനാക്കിയിട്ട് വാടാ എന്ന് പറയുന്ന പോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ വാടാ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെയൊക്കെ നേരിടണം മക്കളെ. അത്തരത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നേരിടണം എന്ന് പറയുന്ന വലിയ ആശയം ഈ പാഠഭാഗം നമ്മോട് തരുന്നുണ്ട്. അടുത്തൊരു ചോദ്യം. ചിരിയുടെ അരങ്ങേറ്റം എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം കണ്ടെത്തുക. ഔചിത്യം വ്യക്തമാക്കാൻ ചോദ്യം വരും. ഒരു 5 മാർക്കിൻ്റെ ചോദ്യം ശ്രദ്ധിച്ചോ. ഇതാണ് ചിരിയുടെ അരങ്ങേറ്റം എന്ന് പറയുന്ന ശീർഷകത്തിൻ്റെ തലക്കെട്ടിൻ്റെ ഔചിത്യം എന്താണെന്ന ചോദ്യം. നോക്കാം. ലോക സിനിമയിലെ എക്കാലത്തെയും മികച്ച പ്രതിഭയായ ചാർലി ചാപ്ലിൻ്റെ ഭാഗ്യനിർഭാഗ്യങ്ങൾ നിറഞ്ഞ ബാല്യകാല അനുഭവങ്ങളുടെയും തൻ്റേതായ ശൈലിയിൽ ഹാസ്യം നിറച്ച് ലോക ചലച്ചിത്രവേദിയിലെ അതികായനായി തീർന്ന അതുല്യ പ്രതിഭ ചാർലി ചാപ്ലിൻ്റെ അരങ്ങേറ്റ രംഗം കൂടി വെളിപ്പെടുത്തുന്നു, അല്ലേ? അതായത് ഈ ശീർഷകം ചിരിയുടെ അരങ്ങേറ്റം എന്ന് പറഞ്ഞാൽ ലോകത്തെ മുഴുവൻ ചിരിപ്പിച്ച ചാർലി ചാപ്ലിൻ്റെ ആ ജീവിതം തുടങ്ങുന്നത് ആ ഒരു വേദിയിൽ വെച്ചാണ്, ചിരിപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ ചിരിയുടെ അരങ്ങേറ്റം. ചിരിപ്പിച്ചുകൊണ്ട് തന്നെ അരങ്ങേറിയ വ്യക്തി മാസിഡാ, മോൺസ്റ്റർഡാ. അതുകൊണ്ടാണ് ചിരിപ്പിച്ചുകൊണ്ട് തന്നെ വേദിയിൽ അരങ്ങേറിയ ചാർലി ചാപ്ലിൻ്റെ ജീവിതത്തെ അടയാളപ്പെടുത്താൻ ചിരിയുടെ അരങ്ങേറ്റം എന്ന് പറയുന്ന ശീർഷകം വളരെ വലുതാണ്.
അമ്മയുടെയും ചാപ്ലിൻ്റെയും കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമാണ് ചിരിയുടെ അരങ്ങേറ്റത്തിൻ്റെ പശ്ചാത്തലം. അപ്പം അമ്മയുടെയും ചാർലി ചാപ്ലിൻ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ദുരിതങ്ങളാണ് ഈ പാഠഭാഗത്തിൻ്റെ അരങ്ങേറ്റത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. തൻ്റെ അമ്മ അവഗണിക്കപ്പെട്ടതിൻ്റെ വേദന, തൻ്റെ അമ്മ പരിഹസിക്കപ്പെട്ടതിൻ്റെ വേദന എല്ലാം ചാർലി ചാപ്ലിൻ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ചാർലി ചാപ്ലിൻ ആ വേദനയിൽ നിന്നാണ് ഒരു നടൻ ഉയർന്നു വന്നത് എന്ന് കാണാൻ സാധിക്കും. അമ്മയുടെ ദുഃഖത്തിൽ നിന്ന് ചിരിയുടെ മറ്റൊരു ലോകത്തേക്ക് ചാപ്ലിൻ സഞ്ചരിക്കുന്നു അല്ലേ. ആ ദുരിതപൂർണമായ ജീവിതത്തിനിടയിലാണ് ചാപ്ലിൻ എന്ന കലാകാരൻ ഉയർന്നു വന്നത്. അതുപോലെ തന്നെയാണ് അമ്മയുടെ ദുഃഖത്തിൽ നിന്ന് ചിരിയുടെ മറ്റൊരു ലോകത്തേക്ക് ചാപ്ലിൻ എന്ന നടൻ ഉയർന്നു വരികയാണ്. സങ്കടങ്ങളെയും വേദനകളെയും എങ്ങനെ ചിരിയിലൂടെ മറികടക്കാം എന്ന് ചാർലി ചാപ്ലിൻ പഠിപ്പിക്കുന്നു. സങ്കടങ്ങളെ, വേദനകളെ ചിരിയിലൂടെ അല്ലേ എന്നൊക്കെ ആവമണിച്ചടിച്ച് ചിരിക്കുന്ന പോലെ സങ്കടങ്ങളും വേദനകളും ഇല്ലാത്ത മനുഷ്യന്മാരില്ല കുഞ്ഞുമക്കളെ. പ്രണയം പരാജയപ്പെട്ടതിൻ്റെ പേരിൽ, ബ്രേക്കപ്പ് ആയതിൻ്റെ പേരിൽ, അച്ഛനും അമ്മയും ഫോൺ പിടിച്ചതിൻ്റെ പേരിൽ, ടൂറിന് വിടാത്തതിൻ്റെ പേരിൽ, ബൈക്ക് വാങ്ങി തരാത്തതിൻ്റെ പേരിൽ എല്ലാം ആത്മഹത്യ ചെയ്യുന്ന കുറേ മക്കൾ ഈ കാലഘട്ടത്തിലുണ്ട്. ആർക്ക് പോയി? അവർക്ക് പോയി. ചെറിയ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളല്ല അല്ലേ. ചൂരൽമലയിൽ 2024 കഴിഞ്ഞ വർഷം 2024 ചൂരൽമലയിൽ ഉരുൾപൊട്ടിയത് എത്ര പേരാ മരിച്ചു പോയത്? ഒരു വീടില്ല, ഒരു കുടുംബത്തിൽ ആരുമില്ല. അച്ഛന് ഭാര്യ നഷ്ടപ്പെട്ടു, ഭാര്യയ്ക്ക് മക്കൾ നഷ്ടപ്പെട്ടു, ഭർത്താവിന് ഭാര്യ നഷ്ടപ്പെട്ടു, കുടുംബങ്ങൾ ആരുമില്ല, മക്കൾക്ക് അച്ഛനമ്മയില്ല. ആ ദുഃഖങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല. അപ്പം അത്തരത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ നമ്മുടെ പ്രശ്നമൊക്കെ വലിയ പ്രശ്നങ്ങളാണോ? അല്ല, പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകണമെന്ന് ചാർലി ചാപ്ലിൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതങ്ങനെ അവസരങ്ങളാക്കി മാറ്റാമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് ചാർലി ചാപ്ലിൻ്റെ ജീവിതം. പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്ന് ചാർലി ചാപ്ലിൻ പറയുന്നു. ഇത്തരത്തിൽ ചിരിയുടെ അരങ്ങേറ്റം എന്ന ശീർഷകം പാഠഭാഗത്തിന് ഉചിതമാണ്. അതുകൊണ്ട് ചിരിയുടെ അരങ്ങേറ്റം എന്ന ശീർഷകം പാഠഭാഗത്തിന് ഉചിതമാണെന്ന് പറയാൻ സാധിക്കും. അടുത്തൊരു ചോദ്യം ഇതാണ്: ചാപ്ലിൻ്റെ ബാല്യകാലത്തെ അരക്ഷിതാവസ്ഥയുടെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? ചാപ്ലിൻ്റെ ബാല്യകാലത്തെ അരക്ഷിതാവസ്ഥ, ചാപ്ലിൻ്റെ ചെറിയ കാലത്തെ അരക്ഷിതാവസ്ഥ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു അല്ലേ? അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. ഓക്കെ, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആട്ടോ. എന്നൊന്നും കൂടി സാറ് പറഞ്ഞുതരാം. ചാപ്ലിൻ്റെ ബാല്യകാലത്തെ അരക്ഷിതാവസ്ഥയുടെ കാരണം എന്താണ്? അച്ഛനും അമ്മയും വേർപിരിഞ്ഞു. മദ്യപാനം മൂലം അച്ഛൻ മറ്റൊരു കുടുംബത്തിലേക്ക് പോയി. തൻ്റെ അമ്മ നടിയായി അവനെ പോറ്റി. പക്ഷേ രോഗം, ശബ്ദമിടറുന്ന, തൊണ്ടവേദന വരുന്ന, പുറത്തേക്ക് ശബ്ദം വരാത്ത രോഗവുമായി നടി എന്ന ലേബലിൽ നിന്നും അമ്മ ഇറങ്ങി വന്നു. തൻ്റെ അമ്മയുടെ ദുരന്തപൂർണമായ ജീവിതം കണ്ടു. ദാരിദ്ര്യം, പട്ടിണി, അവഗണന, പരിഹാസം ഇവയൊക്കെ അനുഭവിച്ച ഒരു കഥയാണ് ചാർലി ചാപ്ലിൻ പറയാനുള്ളത്. അത്തരത്തിൽ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെ, ജീവിതത്തിലെ സങ്കടങ്ങളെ ഒക്കെ വ്യക്തമാക്കുന്ന ചാർലി ചാപ്ലിൻ്റെ മനോഹരമായ, അദ്ദേഹം എങ്ങനെയാണ് നടനായി മാറിയത്, അരങ്ങേറ്റം കയറിയത്, ആൾക്കാരെ ചിരിപ്പിച്ചത് വ്യക്തമാക്കുന്ന മനോഹരമായ കഥയാണ് ചിരിയുടെ അരങ്ങേറ്റം. പിള്ളേർ കൃത്യമായും പാഠഭാഗം വായിച്ച് മനസ്സിലാക്കുക, എക്സാമിന് നല്ല മാർക്ക് വാങ്ങുക, ബി പോസിറ്റീവ് ആവുക, ജീവിതത്തിൽ വിജയം കൈവരിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.